തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. നിരവധി വാഗ്ദാനങ്ങളാണ് പത്രികയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതുതന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFന്റെ പ്രകടന പത്രികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വിദ്യാഭ്യാസം, അതുപോലെ തെരുവുനായ ശല്യത്തിൽ പരിഹാരമുണ്ടാകുമെന്നൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും പങ്കെടുത്തിട്ടുണ്ട്. പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, CPIയുടെ സത്യൻ മാസ്റ്ററുണ്ട്, അതുപോലെ LDF കൺവീനർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ആ ചടങ്ങിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തുടങ്ങുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ പഠനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെയും PTAയുടെയും നേതൃത്വത്തിൽ പഠന പിന്തുണ പ്രസ്ഥാനം സൃഷ്ടിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പ്രധാനമായും പറയുന്നത്. അതുപോലെ ദേശീയ പെർഫോമൻസ് സ്കോറിംഗ് ഇൻഡെക്സ് കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തുമെന്നും പ്രകടന പത്രികയിൽ പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു പുതിയ നിർദ്ദേശമുണ്ടായിരുന്നു. തെരുവുനായകളെ പിടികൂടി പ്രത്യേകം ഷെൽട്ടറിലാക്കണമെന്നുള്ളത്. അത് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും തെരുവുനായ്ക്കളെ കൂട്ടമായി പാർപ്പിക്കുന്നതിന് സങ്കേതങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് LDFന്റെ പ്രകടന പത്രികയിൽ രണ്ടാമതായി എടുത്തു പറയുന്ന ഒരു കാര്യം. അതുപോലെ ലഹരി വിരുദ്ധ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. ലഹരി കേസുകളിൽ കർശനമായ നിയമ നടപടികൾ ഉറപ്പുവരുത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. എല്ലാവർക്കും ഭക്ഷണം എന്നുള്ളതാണ് 4ാമത്തെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അങ്കണവാടികളിലും സ്കൂളുകളിലും പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കും. കൊച്ചി കോർപ്പറേഷന്റെ സമൃദ്ധി മാതൃകയിൽ കൂടുതൽ ഹോട്ടലുകൾ ആരംഭിക്കും. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുമെന്നും എല്ലാവർക്കും ഭക്ഷണം എന്ന നിലയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും ചികിത്സ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് എല്ലാവർക്കും ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുമെന്നും പറയുന്നു. മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും 5 വർഷത്തിനുള്ളിൽ ദേശീയ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കും. പൊതുജനാരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും എല്ലാവർക്കും ചികിത്സ നൽകിക്കൊണ്ടുള്ള ഒരു വാഗ്ദാനത്തിൽ LDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നു. മറ്റൊന്ന് എല്ലാവർക്കും വീട് എന്നുള്ളതാണ്. നിലവിലെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഭവനരഹിതരെ കണ്ടെത്തി എല്ലാവർക്കും വീട് ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അതുപോലെ അതിദാരിദ്ര്യമുക്തരായവർക്ക് തുടർ പദ്ധതി, കേവല ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി മൈക്രോ പ്ലാൻ വഴി ദരിദ്രമുക്തരാക്കാനുള്ള ഒരു പദ്ധതി, ഇങ്ങനെ വിവിധ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയ LDFന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെയും ഈ ഒരു പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.